ഫ്രീ ആയിട്ടൊരു ടെറിയറിനെ വേണം. ആദ്യം നമ്മൾ പോകുന്നത് ഒരു വാഷിംഗ് മെഷീൻ റെഡിയാക്കാനാണ്. അവിടെ എത്തി വാഷിംഗ് മെഷീൻ എന്താ കംപ്ലൈൻറ്റ് എന്ന് നോക്കാൻ വേണ്ടി ബാക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എലിസാറ് കയറി ഫുള്ള് വയറുകളും കട്ട് ചെയ്ത് വിട്ടേക്കുകയാണ്. വാഷിംഗ് മെഷീൻ ഇനി വീട്ടിൽ കൊണ്ടുവന്ന് ഫുള്ള് വയറിങ് ഒന്നേന്ന് ചെയ്ത് കൊടുക്കാനേ പറ്റും. അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഇവിടെ വന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ പപ്പിയെ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കാനും ഉണ്ട്. അതുകണക്ക് ഇതിൻ്റെ മദറിനെ അഡോപ്ഷനും ഇട്ടിട്ടുണ്ട്. ഇവർക്ക് നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടുപേർക്കും നല്ല പേടിയുണ്ട്. പിന്നെ കുറച്ച് നേരം കളിപ്പിച്ചപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നമ്മളായിട്ട് കൂട്ടായിട്ടുണ്ട്. ഇവരെ മേടിക്കാനുള്ള നമ്പർ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം, വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ ബഡാ ബസാറിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഒന്നും മേടിക്കാതെ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ അടുത്ത വർക്ക് സൈഡിലേക്ക് പോയി. ഇവിടെ നമ്മളൊരു ഔട്ട്ഡോർ ഇളക്കി കൊടുക്കാനാണ് വന്നത്. നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഫുള്ള് നശിച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ നമ്മൾ കട്ട് മെഷീൻ എടുത്തിട്ട് വന്ന് ഔട്ട്ഡോറിൻ്റെ സ്ക്രൂകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടിഭാഗം ഫുള്ള് തുരുമ്പിച്ച് നശിച്ചു പോയ നിലയിലായിരുന്നു ഔട്ട്ഡോർ ഉണ്ടായിരുന്നത്. പിന്നെ അത് അവിടുന്ന് താഴെ ഇറക്കാൻ ഇച്ചിരി പാടായിരുന്നു. നമ്മളെ ഈ റോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കെട്ടിയിറക്കാൻ പറ്റിയില്ല. അവസാനം നമ്മൾ ലാഡറിനകത്ത് നിരക്കിയാണ് താപ്പോട്ട് ഇറക്കിയത്. എന്നിട്ട് കസ്റ്റമർ പറഞ്ഞെടുത്ത് നമ്മൾ ഔട്ട്ഡോർ എത്തിച്ചു കൊടുത്തു. പിന്നെ നേരെ എറണാകുളത്ത് ഒരു കള്ളസോട് കുടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ മുട്ടപ്പഴം വെച്ചിട്ട് ഷേക്കൻ ചുറ്റിരുന്നു. കൂടുതൽ വടയും കഴിച്ചു. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടം.